വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ കൂടെ എൻ്റെ ടെടിക്കുട്ടനും കൂടെ ഉണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഡു യു വാണ്ട് ടു ബിൽഡ് എ സ്നോമാൻ? യാ, ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുഞ്ഞു സ്നോമാനെയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പം നമുക്ക് ഈ സ്നോമാനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഒരു പഴയ ബൾബാണ്. ഇത് ഫീസായിട്ടുള്ള ഒരു LED ബൾബാണ് കേട്ടോ. ഇനി അതിൻ്റെ കൂടെ തന്നെ വേണ്ടത് ഒരു അലുമിനിയം ഫോയിലിൻ്റെ ഇതുപോലെ ഒരു പീസ് വേണം. അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഇതുപോലെ ചുരുട്ടിയെടുത്താലും മതി. എന്നിട്ട് നമ്മളിതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഗ്ലൂ ഗണ്ണാണ്, കാരണം പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇത്രയും ദിവസം ഗ്ലൂ ഗണ്ണൊന്നും യൂസ് ചെയ്യാതെ ചെയ്തു. പക്ഷേ എനിക്ക് ഇപ്പോൾ മറ്റ് പശകൾ കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ ഗ്ലൂ ഗണ്ണ് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെവി ബോണ്ടോ അല്ലെങ്കിൽ ഫെവിക്കോൾ ഓൾ ഫിക്സോ യൂസ് ചെയ്യാം. ആൻഡ് ഇനിയിപ്പോൾ നമ്മളിത് ഒട്ടിച്ചിട്ടുണ്ട്. ഒട്ടിച്ചതിന് ശേഷം സ്നോമാന് 2 കൈകൾ വെക്കാറുണ്ടല്ലോ, ട്വിഗ് വെച്ചിട്ട്, എന്തെങ്കിലും മരക്കമ്പ് വെച്ചിട്ടാണ് വെക്കാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യമേ തന്നെ ഒരു കമ്പി ഇതുപോലെ വളച്ച് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു റീഫില്ലോ അങ്ങനെ എന്തെങ്കിലും ഇൻസർട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ചുരുട്ടി എടുത്തിട്ട് ഇൻസർട്ട് ചെയ്താലും മതി. ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ അതിൻ്റെ പുറത്തേക്ക് ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഗ്ലൂ വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുമ്പോൾ ചെയ്യണ പോലെ തന്നെ കവർ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ നമ്മുടെ പഴയ നോട്ട്ബുക്കിൻ്റെ പേപ്പറൊക്കെ ചെറുതായിട്ട് കീറിയിട്ട് അത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങളിങ്ങനെ തന്നെ ചെയ്യണം എന്നൊന്നും നിർബന്ധമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ടിഷ്യൂ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്, കാരണം ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടുകയും ചെയ്യും, ഉണങ്ങിയും കിട്ടും പെട്ടെന്ന്. അപ്പോൾ ഇതൊരു 2-3 കോട്ട് ഒട്ടിച്ചു കൊടുക്കുക. നമ്മുടെ ആ ഒരു ബൾബിന് കുറച്ച് പ്രൊട്ടക്ഷൻ കൂടിയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ അത് അത്ര പെട്ടെന്ന് പൊട്ടില്ല എന്ന് തോന്നുന്നു, നമ്മുടെ പഴയ ഫിലമെൻ്റ് ലാമ്പ് പോലെയല്ല. എന്നാലും ഒരു പ്രൊട്ടക്ഷനായിട്ട് ഇരുന്നോട്ടെ. എന്നിട്ട് അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വാൾപുട്ടിയുടെ ഡോ ആണ്. അപ്പോൾ വാൾപുട്ടി കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മുടെ ചപ്പാത്തി മാവ് കുഴക്കണ പോലെ കുഴച്ചെടുത്താൽ മതി. അത് നല്ലൊരു സ്കൾപ്റ്റിംഗ് മെറ്റീരിയലാണ്. ഇതുപോലെയുള്ള വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കവർ ചെയ്തെടുക്കാനും ഷേപ്പ് ചെയ്തെടുക്കാനും ഒക്കെ നല്ലതാണ്. കുറച്ചും കൂടെ ചീപ്പുമാണ് ക്ലേ ഒക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇനി നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വാട്ടർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്തും കൊടുത്തുകൊണ്ടേയിരിക്കുക. ഞാൻ കൈ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ആ ഒരു അലുമിനിയം ഫോയിൽ വെച്ച ഏരിയയില്ലേ, അതെന്ന് പറയുന്നത് ഹെഡിൻ്റെ പോർഷനാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഉരുട്ടിയെടുക്കാനും ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ താഴെ വരുന്ന ഭാഗം കുറച്ച് ഉരുണ്ടിട്ടല്ലേ ഉണ്ടാവും, അവിടെ കുറച്ച് പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് നിർത്താവുന്നതാണ്. പക്ഷേ ഞാനിവിടെ ഈ ഒരു സ്നോമാന് കുറച്ചും കൂടെ ഒരു ഫേഷ്യൽ ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. കവിളൊക്കെ കൊടുക്കുന്നുണ്ട്, അതുപോലെ കണ്ണിൻ്റെ അവിടെ ഒരു ചെറിയ സ്കൾപ്റ്റിംഗ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ സ്കൾപ്റ്റിംഗ് ഒന്നും കൊടുക്കേണ്ട, ബേസിക് ആയിട്ടുള്ള ഒരു സ്നോമാനെ പോലെ മതിയെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് നിർത്താവുന്നതാണ്. ആ ഒരു നോസിൻ്റെ പോർഷനും കാര്യങ്ങളും മാത്രം ചെയ്തതിന് ശേഷം നമുക്ക് പെയിൻ്റൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ചും കൂടെ സ്നോമാൻ ഒരു ഫേഷ്യൽ ഫീച്ചർ കൊടുത്തിട്ട് ഒന്നുകൂടെ ക്യൂട്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. എന്തെങ്കിലും ഒരു വെറൈറ്റി വേണമല്ലോ. സാധാരണ സ്നോ ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുള്ള സ്നോമാനെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഫേഷ്യൽ ഫീച്ചേഴ്സൊക്കെ കൊടുക്കുന്നത്. നമ്മൾ സാധാരണ സ്നോമാനെയൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് കാണുന്നത്. 1, 2, 3 സ്നോ ബോൾസ് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അതിൽ ജസ്റ്റ് ഒരു ക്യാരറ്റ് കുത്തി വയ്ക്കും മൂക്കായിട്ട്, പിന്നെ ഒരു ട്വിഗ് വെച്ചിട്ട് കൈകളും വയ്ക്കും, പിന്നെ ഒരു തൊപ്പിയും വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം എൻ്റെ മനസ്സിലേക്ക് വന്നത് ഒലാഫിൻ്റെ രൂപമാണ്. ഫ്രോസൻ മൂവിയിലെ ഒലാഫ്.
അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ചെയ്താൽ എല്ലാവരും ചെയ്യുന്നതാണ്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ അത് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഷോർട്ടായിട്ട് വല്ലതും പിൽക്കാലത്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്തിട്ട് അത്രയും ശരിയായില്ലെങ്കിലോ എന്ന് എനിക്കൊരു തോന്നൽ തോന്നി. അപ്പോൾ അതുമല്ലാതെ നമ്മളൊരു ഓൾറെഡി ഒരു കാർട്ടൂൺ ക്യാരക്ടറാണല്ലോ, അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നന്നായിട്ട് ചെയ്യണം, അപ്പം അല്ലെങ്കിൽ ചെയ്യാൻ പോരുത്. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് വ്യത്യസ്തമായിട്ടൊരു സ്നോമാനെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഈ ഒരു ഐഡിയ എൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ ഫേസ് ഏകദേശമായി. ഇപ്പോൾ ഇനി നമുക്ക് ആ ഒരു മൂക്കിൻ്റെ ഭാഗത്ത് ക്യാരറ്റിൻ്റെ ഷേപ്പിൽ ഒരു പീസ് വെച്ച് കൊടുക്കാം. ക്യാരറ്റിൻ്റെ ആ ഒരു എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ടൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കണ്ണിൻ്റെ അവിടെയും കുറച്ച് ഇംപ്രഷൻസ് ഒക്കെ കൊടുക്കുകയാണ്. നമ്മൾ കണ്ണ് സ്കൾപ്റ്റ് ചെയ്യണ പോലെ അത്രയും ഡീറ്റെയിലൊന്നും വേണ്ട. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഫേസ് കുറച്ച് വലുതായെന്ന് തോന്നിയുകൊണ്ട് ഞാൻ ബോഡിയിൽ കുറച്ചും കൂടെ വാൾപുട്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ കണ്ണ് കുറച്ചും കൂടെ ഒന്ന് മിഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 3 ബട്ടൺസ് ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തൊപ്പി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സ്നോമാൻ്റെ തലയുടെ ചുറ്റുമുള്ള ഒരു മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ത്രെഡിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് അളന്ന് നോക്കുക. അപ്പോൾ എനിക്കിവിടെ ഒരു 18 സെൻറ്റിമീറ്ററോളം വരുന്നുണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ തുണി ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിനെ 18 ഡിവൈഡഡ് ബൈ 4 ചെയ്യാണ്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4.5 വരും. എന്നിട്ട് നമ്മൾ ആ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് ട്രയാങ്കിൾ പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 4 പീസ് വേണം, കാരണം ഈ ക്ലോത്തിന് കട്ടി കുറവാണ്. എന്നിട്ട് അറ്റത്ത് ഇതുപോലെ ഒരു വൈറ്റ് ക്ലോത്ത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ബോർഡർ പോലെ. ക്ലോത്തുകളെല്ലാം നമ്മുടെ ട്രഷർ ഫ്രം ഓൾഡ് സൂട്ട് കേസിൽ നിന്നുള്ളതാണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതെൻ്റെ ചേച്ചിയുടെ പഴയ ഒരു ചുരിദാറിൻ്റെ ഒരു ക്ലോത്താണ് കേട്ടോ. ചുരിദാർ പഴയതാണ്, അതൊന്ന് വെട്ടിയെടുത്താണ്. കുറച്ച് ഷൈനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാമല്ലോ. ആ ക്ലോത്തൊന്നും ഒന്നിനും പറ്റില്ല, തൊട്ടാൽ തന്നെ കീറിപ്പോകുന്ന പോലെ ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അങ്ങനെയുള്ള ക്ലോത്തൊക്കെ നമുക്കിതുപോലെ റീയൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാലും ആ ഒരു ക്ലോത്തിൻ്റെ ഒരു ഷൈനിങ് നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 പീസ് എടുത്തതിൽ 2 പീസ് വീതം ഓൾറെഡി നമ്മൾ ഒട്ടിച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ. ക്ലോത്തിന് കട്ടിയില്ലാത്തതുകൊണ്ട് നല്ല ഭംഗിയിലിരിക്കണമെങ്കിൽ നമ്മൾ ലൈനിങ് പോലെയും കൂടെ ടച്ച് ചെയ്യണം. എന്നിട്ട് നമ്മളിങ്ങനെ മറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ തൊപ്പിയുടെ അറ്റത്ത് ഒരു ഫർ ബോൾ പോലെ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് കളർ വൂളൻ ത്രെഡ് ഇതുപോലെ ചുറ്റി എടുത്തിട്ട് പോംപോം ബോൾ പോലെ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇവിടെ പോംപോം പോലെ അത്രയും പെർഫെക്റ്റ് ആയിട്ടൊന്നും നമുക്ക് വേണ്ട. ഞാൻ ഏകദേശം അതുണ്ടാക്കുന്ന ഒരു മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് സിസേഴ്സ് വെച്ചിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്തും കൂടെ എടുത്താൽ മതി. എന്നിട്ട് ആ ഒരു ഓരോ ത്രെഡും ഒന്ന് സ്ട്രാൻഡഡ് ആയിട്ട് എടുക്കുക കൈ കൊണ്ടൊക്കെ. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ഫർ ബോൾ പോലെ ഒന്ന് നന്നായിട്ടിരിക്കും. അപ്പോൾ നല്ല പോംപോം ഉണ്ടാക്കുന്ന അത്രയും വേണ്ട, വേണമെങ്കിൽ ഇതുപോലെ ചീപ്പൊക്കെ വെച്ചിട്ടൊന്ന് ചീവി എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ നല്ല ചീപ്പൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പേനൊക്കെ ചീവി എടുക്കേണ്ട ചീപ്പ് പഴയതാണ്, വൃത്തിയാക്കിയതാണ് കേട്ടോ അത് എടുത്തിരിക്കുന്നത്. അതൊക്കെ വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം. ഏകദേശം ഒന്ന് ഇതുപോലെ ആക്കിയെടുത്താൽ മതി. ഒരുപാട് പോംപോം പോലെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളതൊന്നും ഉണ്ടാക്കണമെന്നില്ല. എന്നിട്ട് അത് നമുക്ക് ആ അറ്റത്ത് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഇനി നമുക്ക് താഴെ ആ ഒരു വൈറ്റ് ക്ലോത്ത് ഒട്ടിച്ചിട്ടില്ലേ, അവിടെ നമുക്കിതുപോലെ ഈ ഒരു വൂളൻ ത്രെഡ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതെല്ലാം കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിൽ കുറച്ചൊരു സ്നോ ഫ്ലേക്സിൻ്റെ ഒരു ഡിസൈനൊക്കെ കൊടുക്കാം തൊപ്പിയിൽ. കുറച്ച് ഗ്രാൻഡായിട്ട് ഇരിക്കട്ടെ തന്നെ നമ്മുടെ സ്നോമാൻ. അങ്ങനെ ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്കാർഫ് പോലെ ഉണ്ടാക്കിയിട്ട് അവിടെയും ഞാനിങ്ങനെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. സെയിം ക്ലോത്ത് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ കൈകൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ട്വിഗിൻ്റെ എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു കമ്പിയും കൂടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതൊന്ന് ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കൈയിലും അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഈ ഒരു ഡോ എടുത്തിട്ട് അതൊന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ 2 സൈഡിലും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. കവർ ചെയ്തതിന് ശേഷം നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാം. ഞാനിവിടെ വൈറ്റ് കളർ അക്രിലിക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് സിമെൻറ്റ് പ്രൈമർ ഞാൻ ഓൾറെഡി ഒരു കോട്ട് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് നമുക്ക് ഈ ഒരു അക്രിലിക് പെയിൻറ്റും കുറച്ച് സിമെൻറ്റ് പ്രൈമറും കൂടെ വീണ്ടും മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കാം. ആൻഡ് പെയിൻറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഓൾറെഡി വൈറ്റ് കളറാണ്.
എന്നാലും ഇനി നമുക്ക് ആ ഒരു ക്യാരറ്റിനൊക്കെ ഓറഞ്ച് കളർ കൊടുക്കാം. ഒരു മിയർ ഓറഞ്ചിന് കാട്ടിലും കൂടുതൽ ഞാനൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കണ്ണിൻ്റെയും വായിൻ്റെ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് സോഫ്റ്റ് പേസ്റ്റൽസ് ഒക്കെ വെച്ചിട്ട് ഒരു ഗ്രേ ഷെയ്ഡും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണ് വരച്ചു കൊടുക്കാം. അപ്പോൾ കണ്ണൊക്കെ വരച്ചു കൊടുക്കുന്ന അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ താഴേന്ന് മുകളിലേക്കാണ് ഒരു കൃഷ്ണമണിയുടെ ഭാഗമൊക്കെ വരച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ പക്ഷേ എനിക്കെന്തോ അത് വലിയ ഭംഗിയായിട്ട് തോന്നാത്തതുകൊണ്ട് ഞാൻ വീണ്ടും വൈറ്റ് കളർ വെച്ചിട്ടൊന്ന് മാസ്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞാനത് മുകളിൽ നിന്ന് താഴോട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ചിലപ്പോൾ അങ്ങനെ ചെയ്താൽ ശരിയാവില്ല, ഇങ്ങനെ ചെയ്താൽ ശരിയാവും എന്നൊക്കെ വിചാരിക്കുന്നത്. അങ്ങനെ വീണ്ടും നമ്മൾ സാധാരണ കണ്ണ് വരയ്ക്കുന്ന പോലെ തന്നെ മുകളിൽ നിന്ന് താഴോട്ട് വരയ്ക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. അങ്ങനെ ബ്ലൂ കളർ വെച്ചിട്ട് കണ്ണ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് ശരിയായി. ഇനി നമുക്ക് കുറച്ച് ബ്ലഷൊക്കെ ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സോഫ്റ്റ് പേസ്റ്റൽസ് ഒരു റോസി ഷെയ്ഡ് എടുത്തിട്ട് അങ്ങനെയും കൊടുക്കുന്നുണ്ട്. തൊപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട്. തൊപ്പിയിൽ ഞാൻ കുറച്ച് സീക്വൻസസ് ആ ഒരു ഗ്രീൻ കളർ ലീഫ് പോലെയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആൻഡ് സ്കാർഫും വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു സ്റ്റാർ പോലെയൊക്കെ ഞാനൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്നോമാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു സ്നോമാൻ്റെ മേക്കിങ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫേസ് സ്കൾപ്റ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ കളയാം. ഞാനൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതൊരു ഈസി ക്രാഫ്റ്റാണ്. ആ ഒരു ഫേസ് സ്കൾപ്റ്റിങ്ങിൻ്റെ അവിടെ മാത്രമാണ് കുറച്ച് ഡിഫിക്കൽട്ടി ഉള്ളത്. ബാക്കിയെല്ലാം സിമ്പിളാണ്. ഹാറ്റും അതുപോലെ തന്നെ ആ ഒരു സ്കാർഫൊക്കെ വെരി ഈസിയാണ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് എന്നോട് ഒരാൾ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെർ നെയിം ഈസ് ഐശ്വര്യ വി നായർ. ഐശ്വര്യ ഹായ്. അപ്പോൾ ഐശ്വര്യ ഒരു വീഡിയോ ലാസ്റ്റ് വരെ കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അതും ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തിങ്കളാഴ്ച കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. Cheers.